RJ അഞ്ജലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. പ്രേക്ഷകരുടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നറിയാം, എന്നാലും ആ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടതുകൊണ്ട് പറയുന്നു. അതായത് കുണ്ടിക്ക് മെഹന്തി ഇടാൻ എത്രയാണ് റേറ്റ് എന്ന് ഒരു സ്ത്രീയോട് വിളിച്ച് ചോദിക്കുന്നു. എന്നിട്ട് അപഹാസ്യമായ രീതിയിൽ ചിരിച്ചു മറിയുന്നു. അവസാനം നാട്ടുകാർ കയറി മേഞ്ഞതോടെ അത് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായതോടെ ഒരു ക്ഷമാപണമായിട്ട് വന്നേക്കുന്നു. അത്രയ്ക്കങ്ങ് ക്ഷമിച്ചു കൊടുക്കാവുന്നൊരു സംഗതിയാണോ അത്? ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. അതെ, പ്രേമനാണ് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ജയിലിലായാനേ ഉറപ്പല്ലേ. കാര്യം ഞാനൊരു പുരുഷനാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കയറി ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കൽ മാത്രമല്ലല്ലോ, അത് ഒരു ലൈംഗിക ചൊവ്വയുള്ള ഒരു വർത്തമാനമായിട്ടല്ലേ ചിത്രീകരിക്കപ്പെടുകയുള്ളൂ. ഒരു സ്ത്രീയോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിയമത്തിനത്? അതെ, അത് സ്ത്രീ അതായത് നിലവിലെ നിയമങ്ങൾക്ക് ഈ സ്ത്രീ സംരക്ഷണം എന്ന രീതിയിൽ ഒരു പരിരക്ഷ കിട്ടുന്നുണ്ട്. സ്ത്രീകൾ എന്ത് ചെയ്താലും ഇവിടെ ആരും ഗവനിക്കില്ല. അല്ലെങ്കിൽ സ്ത്രീ പറയുന്നതാണ് ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ ആരെങ്കിലും കയറി ഒരു പീഡന പരാതി, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, ആ സ്ത്രീ പറയുന്ന കേട്ട് പരാതി അങ്ങ് രജിസ്റ്റർ ചെയ്യുക, ആ പരാതിയിൽ പറയുന്നയാളുടെ ജീവിതം കോഞ്ഞാട്ടയാവുക. അതിവിടെ നിത്യേന നടക്കുന്ന ഒരു കേസാണ്. എന്താണ് സ്ത്രീ പറയുന്നതിനപ്പുറം ഇവിടെ യാതൊന്നുമില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് എന്തു ആവാം. ഇനിയിപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് ഇത് സംഭവം എന്നറിയാത്ത ചില പ്രേക്ഷകരുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്കത് എന്താണ് വിഷയം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതെ, RJ അഞ്ജലിയും നിരഞ്ജന സജിത്തും രണ്ടുപേരും ചേർന്നിട്ട്, ഈ നിരഞ്ജന സജിത്ത് RJ അഞ്ജലിയുടെ സുഹൃത്ത്, RJ അഞ്ജലി റെഡ് FM-ന്റെ റേഡിയോ ഒക്കെയായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒരു ഫോൺ എടുത്തിട്ട് ഒരു നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ ഒരു മെഹന്തി ആർട്ടിസ്റ്റിന്റെ നമ്പറാണ്. വരുന്ന 25-ാം തീയതി എൻ്റെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണത്തിന് മെഹന്തി ഇടാൻ വേണ്ടി ചേച്ചിയെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ നമ്പർ തന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് ഒരു സുഹൃത്ത് തന്ന നമ്പറാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പം പ്രേമ ഷോപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ പല ആളുകൾ നമ്പർ ഷെയർ ചെയ്ത് പോകും, പല ആളുകളും വിളിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അവർ ഓക്കെ ശരി. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് റേറ്റ്, കൈക്ക് മെഹന്തി ഇടാൻ എങ്ങനെയാണ് റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് കൈയുടെ ഉള്ളും പുറവും ഒക്കെ ഇടണമെങ്കിൽ 3000 രൂപ വരും. അപ്പോൾ കാലിനിടാൻ എത്രയാണ് എന്ന് ചോദിക്കുന്നു. അതിനുശേഷമാണ് ഇവർ ഇങ്ങനെ ഇവിടെ ഇടാൻ എത്ര രൂപയാണ് കുണ്ടിക്ക് മെഹന്തി ഇടാൻ. അതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫിയാൻസിയെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. കുണ്ടിക്ക് ഇതിട്ടിട്ട് എന്തൊരു അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പോക്ക് എത്ര രൂപയാണ് എന്നവർ ചോദിക്കുകയാണ്. അപ്പൊ അവരാകെ ഷോക്കായി പോകുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് അവരുടെ ഷോക്കായി പോകുന്നതിനേക്കാൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് രണ്ട് പെൺകുട്ടികളിൽ നിന്ന് എത്ര ഒരു സഭ്യതയ്ക്ക് നിരക്കാത്ത രീതിയിൽ ചിരിച്ചങ്ങ് മറിയുകയാണ്. എന്നിട്ട് അത് ചോദിക്കുമ്പോൾ അവര് എന്തെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ RJ അഞ്ജലി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്. അതായത് ഇതിന്റെയൊക്കെ ഗൗരവം എന്താണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാണ്ട് എന്തോ വലിയ പരമാനന്ദം കിട്ടിയ മാതിരി കിടന്ന് ചിരിച്ചു മറിയുക. ഒരാളെ മാനസികമായി തളർത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഫഷനെ അവരുടെ എന്താ പറയുക അതിന് തീരെ വില കൊടുക്കാതെ സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്ത് ആനന്ദമാണ് കിട്ടുന്നത് ഇത്രയ്ക്ക് ചിരിക്കാൻ? ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥയൊന്നും നമ്മൾ ചിന്തിക്കണ്ടേ? അവരുടെ പ്രൊഫഷനെ, അവരുടെ ആ വ്യക്തിത്വത്തെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ ഒരു വീഡിയോ ഇട്ടിട്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ RJ അഞ്ജലിയുടെ സഹോദരിയോ അമ്മയോ ഈ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ, അവരെ വിളിച്ച് ഇമാതിരി ചോദ്യം ചോദിക്കുമോ? അവരെ വിളിച്ച് ഇമാതിരി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ RJ അഞ്ജലി ഇടുന്ന വീഡിയോ എന്തായിരിക്കും എന്നറിയോ? അതെ, അവളെ പോലെ പിന്നെ വേറൊരു സത്യഭാമ ഈ ലോകത്ത് ഉണ്ടാവില്ല ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എന്നിട്ട് ഇത് വലിയ വിഷയമായി. ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അരമണിക്കൂറിനുള്ളിൽ സാധനം വൈറലായി. വൈറലാകുക എന്നുള്ളതാണല്ലോ പ്രധാന ആവശ്യം. അതായത് മറ്റേ പണ്ടെന്തോ പറയാറുണ്ടല്ലോ, മൊത്തം നാറിയാലും സാരമില്ല, പുറത്ത് ആരെ കുളിച്ചില്ലേലും സാരമില്ല, മറ്റേത് പുറത്ത് കിടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഇത് വൈറലായതിന് തൊട്ട് പിന്നാലെ പല കമന്റ്സും വരാൻ തുടങ്ങി. അപ്പോൾ ഇവൾ അതിനെയൊക്കെ ന്യായീകരിച്ചിട്ട് കമന്റ്സ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി. അല്ല, ഈ ന്യായീകരണം എന്തിന്റെ പേരിലാണ് പറഞ്ഞ് ന്യായീകരിച്ചത്? അതൊരു പ്രാങ്ക് ഷോയാണ്, പ്രാങ്ക് എന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണല്ലോ കമന്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവരതിനെ ന്യായീകരിക്കാൻ നോക്കിയത്. ന്യായീകരിച്ച് മെഴുകി എന്ന് മാത്രമല്ല, അവസാനം ആ കമന്റ് ബോക്സ് പൂട്ടിയിട്ട് പോകേണ്ടി വന്നു. ഈ പ്രാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കുറച്ച് അല്ല, ഈ സോഷ്യൽ മീഡിയക്ക് മുമ്പേ പ്രാങ്ക് ഉണ്ടായിരുന്നു. നമ്മുടെ സൂര്യ ടിവിയുടെ കാലത്ത് തരികിട സാബു, പിന്നെ നമ്മുടെ രഞ്ജിത്ത് ചങ്ങനാട്, അവരൊക്കെ പ്രാങ്ക്. അതൊന്നും ആ പ്രാങ്ക് ഇപ്പോഴത്തെ പ്രാങ്ക് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉറപ്പായിട്ടുണ്ട്. അന്നത്തെ ആ പ്രാങ്ക് കാണുമ്പോൾ നമുക്ക് ചിരി വരുമായിരുന്നു. അല്ല, അത് ഇങ്ങനെ ആരെങ്കിലും ഒരു മാനസികമായി വേദനിപ്പിക്കാനോ ഒരു മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനോ ഒരു കാഴ്ച സുഖം. അത് മാത്രമല്ല, അത് വീഡിയോ ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്ത്
മ്യൂട്ട് ആക്കേണ്ട സംഗതികളൊക്കെ മ്യൂട്ടാക്കി ആണ് ടെലികാസ്റ്റ് ചെയ്യുക. ആർ ജെ അഞ്ജലി റേഡിയോ ജോക്കി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ഇവർക്ക്. ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയാണിത്. ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് കബളിപ്പിക്കുക, അവരെ പറ്റിക്കുക എന്നുള്ള പരിപാടി, എന്നിട്ട് ചിരിക്കുക, അവരെ ചില സന്ദർഭങ്ങളിൽ നല്ല തെറി കിട്ടും. അപ്പൊ ഇവർ മ്യൂട്ടാക്കാൻ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അത്രയും ബോധമുണ്ട് ആർ ജെ അഞ്ജലിക്ക്. ഉറപ്പായിട്ടും അവരാണ് ഇപ്പൊ ഈ പണി കാണിച്ചു വെച്ചിട്ട് ഇപ്പം ഇനി ഇതൊന്നുമല്ല. ആർ ജെ അഞ്ജലിയുടെ വേറൊരു കഥ പറഞ്ഞുതരാം. ഏഷ്യാനെറ്റിൽ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ആ ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോയുടെ ഇടയിൽ ഒരു സ്കിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് അവർ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ എടി എന്ന് പറഞ്ഞിട്ട് ആർ ജെ അഞ്ജലിയെ വിളിച്ചു. ആ എടി എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ അവിടെ കിടന്ന് ഷോ ഉണ്ടാക്കിയ ഈ നാട്ടുംപുറത്ത് സാധാരണക്കാര് അതെ, അത് ഉപയോഗിക്കുന്ന വാക്കാണ്. ആ സ്കിറ്റിലെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ് ഒരാളോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ അവരെ എടി എന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ ഉള്ളു പറഞ്ഞു, ആ എടി എന്ന് വിളിച്ചതിന് ക്ഷമാപണം നടത്തണം, അതിന് മാപ്പ് പറയണം, എങ്കിൽ മാത്രമേ എനിക്ക് ഷോ ആയിട്ട് സഹായിക്കാൻ പറ്റും. ആ ഷോ മുഴുവൻ കൊളാക്കിയ ആളാണ് ഈ ആർ ജെ അഞ്ജലി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഏറ്റവും വലിയ ആള്. ആ ആളാണ് ഇപ്പം കുണ്ടിക്ക് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് എത്ര രൂപ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അതിന് തൊട്ട് മുന്നേ ഈ മീശ മാധവനിലെ ഒരു ഇത് കണ്ടിരുന്നു, ഞങ്ങളൊരു ബിറ്റ് കണ്ടിരുന്നു. അപ്പൊ അത് ഇത് കൊള്ളാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്തതാണ്, അല്ലാതെ ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് മാപ്പപേക്ഷയായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അല്ല, മീശ മാധവൻ റിലീസായിട്ട് ഏതാണ്ട് 10-20 വർഷമായി. അല്ല, അത് അന്ന് റിലീസായ അന്ന് മുതൽ കാണുന്ന പ്രേക്ഷകർ ഇന്നോളം അത് കണ്ടിട്ട് അങ്ങനെയൊന്ന് ചെയ്ത് കളയാൻ നമ്മൾ ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഇവർക്ക് ഇത് തോന്നാൻ കാര്യം എന്താ? ആണ് പറഞ്ഞത്, അവർക്ക് ഒരു പ്രാങ്ക് ഷോ നടത്തിയിട്ട് അവരുടെ പേജിന് റീച്ച് ഉണ്ടാക്കുക. അത് ആരെ നാണം കെടുത്തിയിട്ടാണെങ്കിലും എന്ത് ഇപ്പം തുണി അഴിച്ച് വീഡിയോ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്, എത്രയോ ആളുകൾ, എണ്ണം കൂടുന്നല്ലാതെ കുറയുന്നൊന്നുമില്ലല്ലോ. നമ്മൾ ഇനി ഇവർക്ക് ഇങ്ങനെ ഈ ഇവിടെ പറയുന്ന സ്ഥലത്ത് മെഹന്തി ഇട്ടിട്ട് അങ്ങനെയുള്ള പരിപാടി വല്ലതും പ്ലാൻ ഉണ്ടായിരുന്നോ? അറിയില്ല. അതിപ്പോ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഇനി അങ്ങനെ മെഹന്തി ഇട്ടിട്ട് ഭർത്താവിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി ഉണ്ടോ എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ല, ഭർത്താവിനെ ഇംപ്രസ് ചെയ്തിട്ട് കാര്യമില്ല, റീച്ച് കിട്ടണമെങ്കിൽ പുറത്തോട്ട് വിടണ്ടേ? അതും വേണ്ടി വരും. എങ്ങനെയായാലും നമുക്ക് സോഷ്യൽ മീഡിയ പേജിന് റീച്ച് ഉണ്ടാക്കുക, ആളുകളെ ഇനി ചിരിപ്പിച്ചിട്ടായാലും കരയിപ്പിച്ചിട്ടായാലും. പക്ഷേ എനിക്ക് ഒരു മതിപ്പ് തോന്നിയൊരു സംഗതി ഉണ്ട് കേട്ടോ. കാര്യം ഈ പറയുന്ന വൈറൽ വീഡിയോയിൽ അവരുടെ ആ വഷളം ചിരി അതവിടെ നിൽക്കട്ടെ, അതിനുശേഷം ആ ക്ഷമാപണം ഉണ്ടല്ലോ, അതിൽ ഈ ആർ ജെ അഞ്ജലിയുടെ യഥാർത്ഥ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് അതിലുണ്ട്. നല്ല സ്ഫുടമായ ഭാഷയിൽ നല്ല ഒഴുക്കോടുകൂടി സംസാരിക്കുന്ന നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷേ ആ യഥാർത്ഥ ക്യാരക്ടർ എന്താണ്? മറ്റേ ഒരു സിനിമയിൽ പറയണ്ടേ, എത്ര ഒളിപ്പിച്ച് വെച്ചാലും സുരാജ് പറയില്ലേ, ആ ഉള്ളിലെ ഫ്രാഡ് തള്ളി പുറത്തോട്ട് വരും എന്ന് പറയുന്നത് പോലെ ആ ഒറിജിനൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം. കാര്യം അതിലൊന്നും മറച്ചു വെക്കുന്നില്ല, എല്ലാം ഇങ്ങോട്ടെടുത്ത് വാരി വെതറുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീയുടെ അടുത്ത് ഇതേപോലെ ഒരു പുരുഷനാണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം വെച്ചിട്ട് ആ പുരുഷൻ ഉറപ്പായിട്ടും ജയിലിലായിട്ടുണ്ടാവും. അല്ല, എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ ആ അവഹേളിക്കപ്പെട്ട ആ സ്ത്രീ പരാതിയുമായിട്ട് മുമ്പോട്ട് വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെ. കാര്യം അവരുടെ ഒരു മെഹന്തി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ അത്ര ലളിതമായ പരിപാടിയൊന്നുമല്ല, ഒരു നല്ല വൈദഗ്ധ്യം വേണ്ട ഒരു തൊഴിലാണ്. അപ്പോൾ അവരത്ര കഷ്ടപ്പെട്ട് ആർജിച്ച ഒരു തൊഴിലാണ്. അവരതിനെ അത്രത്തോളം കാണുന്നതുകൊണ്ട് തന്നെയാണ് അവർ ആ കോൾ കട്ട് ചെയ്തിട്ട് പോയത്. അല്ലാണ്ട് അവരതിന് വിലപേശാനോ അതിന്റെ എന്താണ് ഏതാണെന്ന് തിരക്കാനോ പോയിട്ടില്ല. അത് കട്ട് ചെയ്തിട്ട് പോയിട്ട് അവർ വീണ്ടും വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയാം അവർ ഫോൺ തല്ലി പൊട്ടിച്ചെന്ന്, അന്നും അതും പറഞ്ഞ് ആനന്ദിക്കുകയാണ് ഇവര്. ഇവരുടെ മാനസികാവസ്ഥ എന്താണ്? അപ്പം ഒരാളെ എങ്ങനെയാണോ നമുക്ക് നമ്മുടെ റീച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അത് അയാളുടെ പ്രൊഫഷനെ നാണം കെടുത്തിട്ടായാലും ശരി, വ്യക്തിപരമായിട്ട് നാണം കെടുത്തിട്ടായാലും ശരി, അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന കൃത്യമായിട്ട് പ്ലാനോട് കൂടി ഒരു ലേഡിയെ ഫോൺ വിളിച്ച് അപമാനിക്കുകയാണ് ഈ ആർ ജെ അഞ്ജലിയുടെ സുഹൃത്തായിട്ടുള്ള നിരഞ്ജന സജിത്തും ചെയ്തിരിക്കുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ നിലവിൽ സെൻസറിങ് പോലുള്ള സാധനങ്ങളില്ല, എന്തും പടച്ചു വിടാം, അതൊരു അവസരമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ ഇപ്പോൾ ടിക്ടോക്കൊക്കെ ബാൻ ചെയ്തില്ലേ, അതേപോലെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട്.